ഹലോ ഗേസ്, അസ്സലാമലൈക്കും. ഇന്നെന്താ പരിപാടി? ആരോ എങ്ങട്ടാ പോണേ? ആരോ കൊണ്ടുവരാനേ? ഇപ്പച്ചിനെ കൊണ്ടുവരാൻ പോവാ കേട്ടോ. ഇപ്പൊ നേരം വെളുക്കണുള്ളൂ, 5 മണി 5:30 ആയിട്ടുള്ളൂ. അപ്പൊ പോവാ. അച്ഛമാക്ക് രാത്രി കൊടുക്ക്. എന്താ പണി? നമുക്ക് എന്താ പണി? എന്താ വെച്ചാ അപ്പൊ ഞങ്ങള് എണ്ണയൊക്കെ അടിച്ചു ഇറങ്ങാണ്. ആദ്യം ഉള്ളത് ഓനില്ലത് അറിയില്ല ടാക്ക്. അപ്പൊ പോയോക്ക ഓന് ഇറങ്ങാൻ നേരത്ത് കരഞ്ഞു പിന്നാലെ കൂടിയതാണ്. ഓനെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടില്ല. പോയില്ലാതോ? അപ്പൊ ഞങ്ങള് പോട്ടെ. ഞങ്ങളിപ്പോ ചുങ്കത്തിലെത്തിയിട്ടുള്ളേ. ആളെ ഞങ്ങള് വന്ന പറഞ്ഞിട്ടില്ലേ, ഞങ്ങള് കുറച്ച് വിട്ട് നിർത്തിയാണ്. ഓ ഇല്ലതും അറിയില്ല കേട്ടോ. പോയോക്ക ചിന്തത്തേക്കില്ല. പോയോക്ക ചെല്ലി. എപ്പളാ എത്തിയ ഞങ്ങളിവിടെ? ഓന് തീവണ്ടിയാണെന്നോലേ. ഓൻ തീവണ്ടിയാണോ ഞങ്ങളിട്ടക്ക്? കൊറേ കാത്തുക്കണില്ലല്ലോ. തീവണ്ടി ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. തീവണ്ടി കാണണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങിയതാണ്. അതിന്റെ ഉള്ളിൽ കയറി ഞാൻ ഇറങ്ങലും ഉണ്ടാവില്ല കേട്ടോ. കണ്ടാ മതിട്ടാ അത്. അതാ അതാ അമ്മച്ചി കേറാ. ഓ ഇപ്പച്ചിന്റെ അപ്പൊ തിരുപ്പൂർക്ക് പോയിക്കോ ട്ടോ. ജോയിക്കപ്പച്ചിന്റെ ഒപ്പം പോയിക്കപ്പച്ചി നോക്കിക്കോളന്നെ. ഇറങ്ങലുണ്ട്. ഇതെന്താ കൊറേ ഇതെന്താ ഇത് പോവുകോ? ഇതിപ്പോ പോവൂല, കുറച്ചു പോവുള്ളൂ. അതിന് പോയോക്ക്. രസമുണ്ടോ തീവണ്ടി? ഞമ്മക്ക് ചായ കുടിച്ചിട്ട് പോട്ടോ. ഉണ്ടോ? ഇനി എടുക്കാണാവാ. ഞമ്മക്ക് വരിക പോവാ. ഓ പോണുണ്ടോ? ഇത് പോവാ. അങ്ങനെ ഞങ്ങളിപ്പോ പെരിയിലെത്തി അല്ലേ? പെരിയിലെത്തി, ചായ കുടിച്ചു, നല്ല പൊറാട്ടയും ചിക്കൻ കറിയും. ഞങ്ങളിപ്പോ ഇവിടെ എത്തുകയാണ്. എന്റെ വീട്ടിലേക്കാ പോയിന്, ഇവിടെ ഉമ്മല്ലേനി. അപ്പൊ അവിടെ കുറച്ചു നേരമൊക്കെ പോയി കടന്ന് ഇപ്പൊ വരികയാണ്. ഇവിടെ ആണെങ്കിൽ ഒരാഴ്ചയായിട്ട് ആരും ഇല്ല. ഇവിടെ ഈ കോലൊക്കെ നോക്കി. അപ്പൊ ഇനി ഇവിടെ കുറച്ച് പണിയും കാര്യമൊക്കെ ഉണ്ട്. എടുക്കട്ടെ അല്ലേ? നിങ്ങൾക്ക് എന്താ പരിപാടി? ഉറങ്ങല്ലേ? ഞാൻ ഉറങ്ങട്ടെ. ഞാൻ ഉറങ്ങിയിട്ടല്ല, രാവിലെ അല്ല, അവിടുന്ന് വൈകുന്നേരം പോന്നാ. വൈകുന്നേരം എത്ര മണിക്കാ? 8 മണിക്കോ 7:30 പോന്നാ. ഞാൻ ഇവിടെ രാവിലെ എത്തണേ. ഷൊർണൂർ ഒരു 4 മണിക്കൂർ വെറുതെ കുത്തിർന്നു കൊതുകടിയും കൊണ്ട് കണ്ട്. നല്ലൊരു ഉറക്കണം. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഓരോ പണി എടുക്കല് തുടങ്ങിട്ടോ. അപ്പൊ ഇന്നെന്താ സ്പെഷ്യല്? ഇന്ന് നെയ്ച്ചോറ്, നല്ല കടായി, പിന്നെന്താ സലാഡല്ലേ ഉള്ളൂ. ഇവിടെ സ്പെഷ്യലാട്ടെ നെയ്ച്ചോറും കടായും. അതന്നെ ഇന്ന് വന്നോണ്ട് അതന്നെ ഉണ്ടാക്കാൻ പറഞ്ഞത്. ഇവിടെ വന്നപ്പോ ഒരു സാധനമല്ല, ഫ്രിഡ്ജും കാലി, എല്ലാം കാലി. ഇനി ബാക്കി ഒന്നൊന്ന് വാങ്ങിയിട്ട് വേണം. വന്ന നല്ല ചെലവാ. അതാണ് വരാതെ അവിടെ തന്നെ അല്ലേ? സാധനം വാങ്ങാന് ചെരുപ്പിട്. എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയോ? അരി, ചിക്കന്. അരി ഇവിടെ ഉണ്ട്. ചിക്കനും തക്കാളി, മുളക്. ഇതൊരു കാര്യം ചെയ്യ്, അക്ക് വാട്സപ്പിൽ ഇങ്ങനെ വിട്ടടാ, അല്ലെങ്കിൽ ഞാൻ മറക്കും. മാങ്ങാ പോരാ.
എന്താ പരിപാടി നിങ്ങൾക്ക്? പരിപാടി ഇപ്പൊ വന്നിട്ട് കണ്ടില്ലേ, ഒരു സാധനമല്ല അപ്പൊ ഭക്ഷണം തുടങ്ങാണ്. അതന്നെ പരിപാടി. തക്കാളി കഴുകിയിട്ട് എടുത്തേക്ക് അല്ലേ? തക്കാളി കഴുകിയിട്ട് മുളക് ഇവിടെ കഴുകാണ്. ബാക്കിയുള്ള സാധനമൊക്കെ ഉണ്ട്. മുളകും തക്കാളിയും കോയും ആയി കൊണ്ടുവന്നിക്കണ. എന്തുണ്ടാക്കണ? നെയ്ച്ചോറും കടായും. ഇമ്മ എത്തിയിട്ടില്ല. ഉമ്മ കൊല്ലത്ത് പോയതാണ് കല്യാണത്തിന്. അപ്പൊ ഉമ്മ വൈകുന്നേരം എത്തുള്ളൂ. ഉമ്മ വരുമ്പോത്തിന് നെയ്ച്ചോറൊക്കെ റെഡിയാക്കി വെക്കണം. ഇത് സൗദിയത്തെ ഷെഫാലങ്ങള് അല്ലേ? സൗദിയത്തെ വലിയ ഷെഫ്. അവിടെ ഫുഡ് ഉണ്ടാക്കലോണ്ട് പറഞ്ഞല്ലേ? നിങ്ങള് പോയി വേഗം ഉള്ളി അരിയോ? ഞാൻ പോയി ചെയ്യാം. ഇല്ല ഞാൻ രാവിലെ ഉണ്ട്. നന്നാക്കി തന്നരിയോ? എന്ത് അരിഞ്ഞാല് നല്ല അരിയാൻ കഴിയുള്ളൂ എനിക്ക്. ഞാൻ ചിക്കൻ കഴിക്കാം. നിങ്ങൾ തിന്നണേ? അതിന്റെ കുറുക്ക് ഇവിടെ കുട്ടിക്ക് വിരകാൻ കൊടുത്താല് ഇത് വിരകി കഴിയുമ്പത്തിന് അതിന്റെ കാലേ ആ കുട്ടിക്ക് തിന്നാൻ കിട്ടുള്ളൂ കേട്ടോ. നമ്മളെ തടി ശരിയാണ്, മക്കൾക്കും ശരിയാണ്, നമ്മൾക്കും ശരിയാണ്. ആ പിന്നെയും തിന്നാണ്. ഇവിടെ ഒരാള് 10 മിനിറ്റ് ആയിട്ട് ഒരു നിങ്ങൾ എന്താ തരീണത്? എന്താ അറിയാ? എന്താ തട്ടോ? കട്ടുമോട് ഞാൻ അടുത്തരാന്ന് പറഞ്ഞപ്പോ ഒറ്റക്ക് തരികയാന്നല്ലേ വാസിക്ക് കേട്ടോ. കിട്ടി. എന്നിട്ട് വീരന്റെ ചോടൊക്കെ തരിയുണ്ട് കേട്ടോ. ഒന്ന് കിട്ടുവോ? അത് പൂത്തിയൊന്നും വെച്ചിട്ടില്ല. നിങ്ങളെ കണ്ണിന്റെ മുന്നിലുണ്ടാവും. ക്ലൂ തരണോ? നിങ്ങൾക്ക് ഇപ്പൊ നല്ല ചൂടുണ്ട്. നല്ല ചൂടുണ്ട് നിങ്ങൾക്ക്. അത് നിങ്ങൾ ഒറ്റക്ക് തരികന്ന് പറഞ്ഞല്ലേ? അപ്പൊ കണ്ടോ? അപ്പൊ നിങ്ങക്ക് നല്ല ചൂടുണ്ട്. ആ സാധനത്തിന്റെ മുന്നിൽ നിന്നിട്ട് അതിനെ നോക്കിക്കാണല്ലോ നിങ്ങള്. ഒന്ന് മുന്നിക്ക് നോക്കി. ഈ ഒരു കട്ടിംഗ് ബോർഡ് ഇത്രയും മുന്നിലുണ്ടായിട്ട് എന്താലേ? നിങ്ങൾക്ക് എന്നും കാണണല്ലേ, നമ്മള് ഇടയ്ക്കല് നോക്കണം. ഇവിടെ കോഴി പൊടിച്ചോ എങ്ങനെയൊക്കെ ചെറുതാക്കിട്ട്. നല്ല ചെറുതാണോ? നൈസാണോ? ആ കടായിക്കില്ലാണ് നടു കീറിയിട്ട് ആദ്യം നടു കീറി. അങ്ങനെയല്ല, നടു കീറി. ആ അങ്ങനെ കാര്യമായിട്ട് അധ്വാനിക്കുന്നുണ്ട് കേട്ടോ. വേഗം ചോറല. തുമ്പുണ്ടാവില്ല. തീർക്കുമ്പോ തീർത്തരും. വൈകുന്നേരം അവിടെ കാര്യങ്ങൾ നടക്കണല്ലേ? അത് തീരുമ്പോ ഇതെന്താ സാധനം? ഈ ഇത് കേടാ വേണ്ട. അങ്ങനെ അടുത്തത് തക്കാളി അരിയാ അല്ലേ നിങ്ങള്? അല്ലേ? എപ്പളാ കയ്യാന്നറിയില്ല, അരിയുണ്ട് അല്ലേ? ഇടതേ കൈ ആയതുകൊണ്ട് അല്ലേ? ഇടതേ കൈ ആയതുകൊണ്ട് ഒക്കെ ഒരു വെറൈറ്റി ആവട്ടോ. ഇനി തൈര് ഉണ്ടാക്കിയാ മതി. അതിനൊടുക്ക നിങ്ങൾ ഉണ്ടാക്കും തൈര്? അത് ഉണ്ടാക്കുവോ? അല്ല അത് കാട്ടിയാൽ നിങ്ങൾ ഉണ്ടാക്കുവോ? എന്നോട് ചോദിച്ചിട്ടോ എന്താ ഇടയിലെന്ന്. എന്തൊക്കെ ഇടാ തൈരിന്? പച്ചമുളക്, കരിവേപ്പിന്റെ ഇല, പിന്നെ ഉള്ളി, മാണെങ്കിൽ കുറച്ച് ക്യാരറ്റ് ഇടാം. വെറൈറ്റിക്ക് പിന്നെ തൈരും. ചോറ് ഇവിടെ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. ചോറ് ആയോണ്ട് വെക്കണുള്ളൂ. വിസിലടിച്ചു അല്ലേ?
നിങ്ങൾക്ക് എന്താ പണി? പൂച്ച ഞാൻ തിന്നണ നോക്കിക്കോ. പൂച്ച നിങ്ങളോടാരും തിന്നാ വന്നേ. ഇവിടെ എന്താ അറിയോ, ഇല്ല മീനും ഇല്ലതും ഈ പൂച്ചക്കാട്ടോ. അനക്ക് പൂച്ചനെ പേടിയായിട്ടല്ലേ പൂച്ചക്ക് കൊടുക്കാത്ത. അങ്ങനെ പപ്പടം ഇല്ലാന്നുകൊണ്ട് പപ്പടം വാങ്ങാൻ പോയതല്ലേ. നിങ്ങൾ പപ്പടം ഉണ്ടെങ്കിലേ ചോറുന്നുള്ളൂ. മെയിന് പപ്പടം അല്ല, പേരും ചൂടിനുണ്ട്. ഐസ്ക്രീം ഐസ്ക്രീം വാങ്ങാൻ പോയതാട്ടോ. ഇത് ഏതാ ഐസ്ക്രീം? അതാ കിവിന്റെ ഏതാണ്? ആദ്യം കുട്ടിനെ ഒതുക്കാണ് അല്ലേ. ഓൻ ഒന്നായിട്ട് കണ്ട ഒന്നായിട്ട് വേണ്ടിരും. ആ വിഷയമൊന്നുമില്ല. അയ്യോ കാര്യമായിട്ട് പുസ്തകം മാറിയതാ നോക്കണം. ഇനിയിപ്പോ ചോദിച്ചോലോ അമ്മായിമ്മ എവിടെയാ എന്നോട്. ഇമ്മ കൊല്ലത്തേക്ക് പോയതാട്ടോ. കൊല്ലത്തേക്ക് പിന്നെ കുഞ്ഞാമാന്റെ കുഞ്ഞാമാനെ ഇവിടുന്ന് ഉമ്മാന്റെ അനിയത്തിനെ കൊല്ലത്തേക്കാണ് കെട്ടിച്ചിരിക്കണത്. അപ്പൊ അവിടേക്ക് പോയിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. ഇന്ന് വരുന്നുണ്ട്. ഇപ്പൊ ഷൊർണൂർ എത്തിക്കണ ആള്. അപ്പൊ വൈകുന്നേരമൊക്കെ ആവുമ്പോൾ എത്താൻ. ഞാനിന്ന് വന്നതല്ലേ. അപ്പൊ എന്തായാലൊക്കെ ഒരു വെറൈറ്റി. പിന്നെ തമിഴ്നാട്ടിലത്തെ ആ പച്ചരി ചോറ് ഇങ്ങനെ തിന്നല്ലേ. അപ്പൊ എന്തായാലും ഒരു വെറൈറ്റി ആയിക്കോടെ വെച്ചിട്ടാണ് ഇന്നൊരു നെയ്ച്ചോറോ എന്തേലും വെക്കാൻ വെച്ചത്. അപ്പൊ എപ്പൊ വീഡിയോ ഇടുമ്പോഴും ഞങ്ങള് വീഡിയോ ഇട്ടാ ചോദിക്കും ഉമ്മ എവിടെ, അമ്മായിമ്മ അല്ലേ, ഇങ്ങനെ രണ്ടാളും മാത്രമേ ഉള്ളൂ ചോദിച്ചു. ഇമ്മ ഇങ്ങനെ കല്യാണത്തിന് പോയതാണ്. പിന്നെ അതല്ല അമ്മക്ക് പിന്നെ വീഡിയോയിലാണ് വരുന്നതിലൊന്നും താല്പര്യമില്ല കേട്ടോ. അത് വേറൊരു കാര്യം. അങ്ങനത്തേലൊന്നും വലിയൊരു ഇതില്ല. പള്ളം അറിഞ്ഞണ്ട പള്ളം വന്നിട്ടേ അങ്ങനെയുള്ള മതിയാകുമ്പോ പിന്നെ ടേസ്റ്റ് ഒന്നുമില്ല. ആദ്യം അടുത്ത് വന്നപ്പോഴേ എന്തൊരു ടേസ്റ്റ് ആണ്. ഇപ്പൊ പറയാ മാറി മാറി വരും ടേസ്റ്റ്. പള്ളറിഞ്ഞാ പിന്നെ അങ്ങനെ പരിപാടി. അങ്ങനെ ഞങ്ങള് ചോറും നെയ്ച്ചോറുണ്ട്, കടായി ഉണ്ട്, തൈരുണ്ട്, പപ്പടം ഉണ്ട് അല്ലേ. ഇന്ന് 3 മണിയായിട്ട്. എന്താ കാരണം? നിങ്ങളെ കൂട്ടുകാരന്മാര് വന്നില്ല ഇപ്പൊ. അനക്കെന്താ പറയാലോ ഓലോട്? ഇജോടെ കഥ അറിയാ? രസമുണ്ടോ? രസമുണ്ട്. ഒക്കെ രസം. സലാഡും ചിക്കൻ ഫേവറേറ്റ് തന്നെ കേട്ടോ. എന്താണോ ഫേവറേറ്റ്? കടായും നെയ്ച്ചോറും തന്നെയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചോറൊക്കെ തിന്ന് നിങ്ങൾ ഇന്നോങ്ങനെ ചോറൊക്കെ തിന്ന് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. തിന്നിട്ട് പോയങ്ങി അല്ലേ, ചൂടും. അതിന്റെ ഇടയിൽ കൂടെ ഐസ്ക്രീമും പിന്നെ നമ്മൾ അറിയുന്ന ചെക്കന്മാര് കാണാൻ വന്നേ. അപ്പൊ ഒരു നാരങ്ങ ഒന്ന് വെള്ളം കൊടുത്തപ്പോ വയറ് ഫുള്ളായി. പിന്നെ കടായി നെയ്ച്ചോറ് തിന്നാളൊരു ഊറ്റം കിട്ടിയില്ല. 2-3 ഉരുള സാറായിട്ട് തിന്നു. പിന്നെ അങ്ങോട്ട് പോണില്ല. ഏതായാലും ഇപ്പൊ ഒരു മയക്കാണ്. പള്ളം അറിഞ്ഞിട്ട് എല്ലാം മയക്ക. അപ്പൊ ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ആക്കാന്ന് വിചാരിച്ചു വന്നാലേ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ അല്ലേ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.